നിലമ്പൂർ പോത്തുകല്ലിൽ കാട്ടാന ഇറങ്ങി എന്നൊരു പ്രധാന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അപ്പൻകാപ്പ് നഗറിലെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് കാട്ടാന എത്തിയത്. ആ കാട്ടാനയുടെ ദൃശ്യങ്ങളും 24 ലഭിച്ചു. ആദ്യം ആ ദൃശ്യങ്ങൾ നോക്കാം. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും മലപ്പുറത്ത് നിന്ന്. സമീർ, ഈ കാട്ടാന ജനവാസ മേഖലയിൽ തുടരുകയാണോ ഇപ്പോഴും, അതോ അത് കാട്ടിലേക്ക് തിരികെ പോയിട്ടുണ്ടോ? വിജയകുമാർ, നിലവിൽ ആന വനത്തിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ ഉൾവനത്തിലേക്കല്ല പോയത് എന്നുള്ള ഒരു ആശങ്ക പ്രദേശവാസികൾ പങ്കുവെക്കുകയാണ്. ഇന്ന് ഏതാണ്ട് ഉച്ചയോട് കൂടിയാണ് 11:45 ഈ അപ്പൻകാപ്പ് ആദിവാസി നഗറിലേക്ക് ഈ കാട്ടാന ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സമയത്ത് ഈ വീട്ടുമുറ്റത്ത് കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇവർ ഈ ആനയെ കണ്ട ഉടനെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ തന്നെ ബഹളം വെച്ചും ഒച്ച വെച്ചുമാണ് ഈ ആന തിരികെ കാട്ടിലേക്ക് അയച്ചത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഈ അപ്പൻകാപ്പ് ആദിവാസി നഗർ എന്നുള്ളത് ഈ പോത്തുകല്ലിലുള്ള ചാലിയാർ പുഴയുടെ മറുവശമാണ്, വനമേഖലയാണ്. ഇവിടെ ആദിവാസികൾ കുടുംബങ്ങൾ താമസിക്കുന്ന ഇടത്തേക്ക് ഈ ആനകൾ രാത്രികാലങ്ങളിൽ എത്തുന്നത് പതിവാണെങ്കിലും പട്ടാപ്പകൽ കൂടി ആന ഇറങ്ങുന്നത് വലിയ ആശങ്കയോട് കൂടിയാണ് ആളുകൾ കാണുന്നത്. പ്രത്യേകിച്ച് ഒരു ഉച്ച സമയത്താണ് ആന ഇറങ്ങിയത് എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ പൂക്കോട്ടുംപാട ഭാഗത്ത് നിന്ന് ഒരു കരടിയെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ അപ്പൻകാപ്പ് കോളനിയിൽ നിന്ന് ഏതാണ്ട് ഒരു 10 കിലോമീറ്ററോളം അകലെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കാട്ടാനാക്രമണത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടത്താണ് ഇത്തരത്തിൽ ഈ കാട്ടാന പട്ടാപകൽ വരുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ആളപായമോ അപകടമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും ഈ ആശങ്കയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് നിലവിൽ ഈ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. വിജയകുമാർ. യെസ്, ഈ ദൃശ്യങ്ങൾ അപ്പൻകാപ്പ് നഗറിലെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്, ആ മേഖലയിലേക്ക് കാട്ടാന എത്തിയതിൻ്റെതാണ്. അതിനെ കാട്ടിലേക്ക് പോയിട്ടുണ്ട്, പക്ഷേ അത് ഉൾക്കാട്ടിലേക്ക് പോയിട്ടില്ല, തിരികെ വരുമെന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.